എക്സ്നെസ്സിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് നീക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളിവിടെ UPI വഴിയാണ് ചെയ്യാൻ പോകുന്നത്. UPI ID, UPI എക്സ്പ്രസ് അല്ല, UPI ID നോക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ UPI ID അടിച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ എമൗണ്ടാണ് അടിച്ചു കൊടുക്കണം. INR കുറഞ്ഞത് 3000 രൂപയെങ്കിലും കൊടുക്കണം കേട്ടോ. ഏറ്റവും കുറഞ്ഞത് 3000 കുറഞ്ഞ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല UPI വഴി. 3000 കുറഞ്ഞ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്രിപ്റ്റോ കറൻസി ആയിട്ട് ചെയ്യണം. അവിടെ നമുക്ക് 1000 ഒക്കെ ചെയ്യാൻ പറ്റും. UPI ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ് 2792 ആണ്. ഓക്കെ, നമ്മൾ 3000 രൂപ INR നമ്മളിങ്ങനെ കണ്ടിന്യൂ ഞെക്കി കൊടുക്കുക. കണ്ടിന്യൂ ഞെക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്കിവിടെ നമ്മുടെ UPI ID ചോദിക്കും. നമ്മുടെ UPI ID അങ്ങ് അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ UPI അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ഞെക്കുക. കണ്ടിന്യൂ ഞെക്കി കഴിയുമ്പോൾ നേരെ അടുത്ത പേജിലേക്ക് പോകും. ഇവിടെ വീണ്ടും ചോദിക്കും നമ്മൾ അടിച്ചു കൊടുക്കുന്ന എമൗണ്ട് INR ഇങ്ങനെ എഴുതി കാണിക്കുക. INR കമ്മീഷൻ ഇല്ല. നമുക്ക് കിട്ടാൻ പോകുന്ന USC ഇത്രയും 3224 സെൻറ്റ്, അതായത് $32.24 സെൻറ്റിലാണ് പറയണത്, അതുകൊണ്ടാണ് സെൻറ്റ്. 3224 സെൻറ്റ്. വീണ്ടും കൺഫേം ഞെക്കി കൊടുക്കുക. ഇവിടെ നമ്മുടെ UPI ID വീണ്ടും അടിച്ചു കൊടുക്കുക. നമ്മുടെ UPI ID അടിച്ചിട്ട് നമ്മൾ പേ INR കൊടുക്കുക. ഓക്കെ, ഓക്കെ, നമ്മുടെ UPI ID ഒഴിച്ച് അടിച്ചു കൊടുക്കുക. പേ കൊടുക്കുക. പേ ഞെക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് പോകും. നോട്ടിഫിക്കേഷൻ പോകും. പിന്നെ നമ്മൾ നേരെ അവിടെ ഗൂഗിൾ പേയിൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗൂഗിൾ പേയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഞെക്കി കൊടുക്കുക. അതുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് ഞെക്കുക. കണ്ട, നമ്മൾ 3000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിവിടെ വീണ്ടും പേ ഞെക്കുക. പേ ഞെക്കി കൊടുക്കുക. പേ നോ. കണ്ട, ഇവിടെ നമ്മൾ ഈ പേ അങ്ങ് ഞെക്കി കൊടുക്കുക. പേ ഞെക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഡിപ്പോസിറ്റ് ആയിക്കോളും. അങ്ങനെയാണ് നമ്മൾ എക്സ്നെസ്സിൽ UPI ID വഴി ഡിപ്പോസിറ്റ് ചെയ്യണം.